ഹായ് ഓൾ, ഏണസ്റ്റ് അക്കാഡമിയുടെ മറ്റൊരു യൂട്യൂബ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കമ്പ്യൂട്ടർ സയൻസുമായി ബന്ധപ്പെട്ട രണ്ട് പുതിയ പോസ്റ്റുകളാണ് വന്നിട്ടുള്ളത്. കമ്പ്യൂട്ടർ പ്രോഗ്രാമറും അതുപോലെ തന്നെ കമ്പ്യൂട്ടർ പ്രോഗ്രാമർ കം ഓപ്പറേറ്ററുമാണ്. അപ്പോൾ ഈ പോസ്റ്റുകളുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ അറിയാൻ നമുക്ക് നെക്സ്റ്റ് സ്ലൈഡ്സ് നോക്കാം. അപ്പോൾ ഫസ്റ്റ് പോസ്റ്റ് എന്ന് പറയുന്നത് കമ്പ്യൂട്ടർ പ്രോഗ്രാമറാണ്. ടെക്നിക്കൽ എഡ്യൂക്കേഷൻ എഞ്ചിനീയറിംഗ് കോളേജസിലാണ് ഈ ഒരു പോസ്റ്റ് വരിക. ഇതിൻ്റെ കാറ്റഗറി നമ്പർ എന്ന് പറയുന്നത് 125/2024 ആണ് ഇതിൻ്റെ കാറ്റഗറി നമ്പർ വരുന്നത്. ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ നമുക്ക് നോക്കാം. ഒന്നാമത് പറയുന്ന ക്വാളിഫിക്കേഷൻ BTech ഇൻ കമ്പ്യൂട്ടർ സയൻസ് ഓർ ഇൻഫർമേഷൻ ടെക്നോളജി, അതാണ് ഒരു ക്വാളിഫിക്കേഷൻ പറയുന്നത്. ഇതല്ലെങ്കിൽ MSc ഇൻ കമ്പ്യൂട്ടർ സയൻസ് ആണ് പറയുന്ന മറ്റൊരു ക്വാളിഫിക്കേഷൻ. അതുമല്ലെങ്കിൽ ഫസ്റ്റ് ഓർ സെക്കൻഡ് ക്ലാസ് മാസ്റ്റേഴ്സ് ഡിഗ്രി ഇൻ മാത്തമാറ്റിക്സ് ഓർ ഫിസിക്സ് കെമിസ്ട്രി സ്റ്റാറ്റിസ്റ്റിക്സ്, അതിൻ്റെ കൂടെ എന്താണ് A ലെവൽ സർട്ടിഫിക്കറ്റ് ഫ്രം DOE ഓർ PGDCA റെക്കഗ്നൈസ്ഡ് ബൈ ഗവൺമെൻറ് ഓർ യൂണിവേഴ്സിറ്റി. ഇതാണ് മറ്റൊരു ക്വാളിഫിക്കേഷൻ. അടുത്തെന്ന് പറയുന്നത് മാസ്റ്റർ ഓഫ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ഡിഗ്രി, അതായത് MCA ഡിഗ്രി. ഇനി വേറൊരു ക്വാളിഫിക്കേഷൻ കൂടെ പറയുന്നുണ്ട്. ഫസ്റ്റ് ഓർ സെക്കൻഡ് ക്ലാസ് ബാച്ചിലേഴ്സ് ഡിഗ്രി ഇൻ എനി ബ്രാഞ്ച് ഓഫ് എഞ്ചിനീയറിംഗ് ഫ്രം എ റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി ആഫ്റ്റർ അണ്ടർഗോയിങ് റെഗുലർ കോഴ്സ് ഓഫ് സ്റ്റഡി, കൂടെ വിത്ത് A ലെവൽ സർട്ടിഫിക്കറ്റ് ഫ്രം DOE ഓർ PGDCA റെക്കഗ്നൈസ്ഡ് ബൈ ഗവൺമെൻറ് ഓർ യൂണിവേഴ്സിറ്റി. ഇത്രയുമാണ് ക്വാളിഫിക്കേഷനായിട്ട് പറഞ്ഞത്. ഇതിലേതെങ്കിലും ക്വാളിഫിക്കേഷനുള്ള ആൾക്കാരാണെങ്കിൽ മറക്കാതെ തന്നെ ഇത് അപ്ലൈ ചെയ്യുക. ഇതിൻ്റെ സ്കെയിൽ ഓഫ് പേ എന്ന് പറയുന്നത് 55,200 to 1,15,300 ആണ് ഇതിൻ്റെ സ്കെയിൽ ഓഫ് പേ ആയിട്ട് പറയുന്നത്. ഇനി ഇപ്പോഴുള്ള വേക്കൻസീസ് പറഞ്ഞിട്ടുണ്ട് 3 ആണ്. ഏജ് ലിമിറ്റ് പറഞ്ഞിട്ടുണ്ട് 18 to 36 ആണ്. ഇനി ഈ ഒരു നോട്ടിഫിക്കേഷൻ അപ്ലൈ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് 17 ജൂലൈ 2024 ആണ്. ഓക്കെ, അപ്പോൾ ഇതാണ് ഈ പോസ്റ്റുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽസ്. ഇനി ലാസ്റ്റ് ടൈമിൽ ഈ ഒരു പോസ്റ്റ് വിളിച്ച സമയത്ത് അന്ന് ഇക്വലൻ്റ് ക്വാളിഫിക്കേഷനായിട്ട് അപ്ലൈ ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് ഈ ഒരു സ്ലൈഡിൽ പറയുന്നത്. ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ നമുക്കറിയാവുന്ന പോലെ BTech കമ്പ്യൂട്ടർ സയൻസ് ആണ് മെയിൻ ക്വാളിഫിക്കേഷൻ. അന്ന് ഈക്വലൻ്റ് വെച്ചിട്ട് അപ്ലൈ ചെയ്തിട്ടുള്ളത് MTech കമ്പ്യൂട്ടർ സയൻസും MTech സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗും ആണ്. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് പോസ്റ്റ് നോക്കാം. അതായത് കമ്പ്യൂട്ടർ പ്രോഗ്രാമർ കം ഓപ്പറേറ്റർ ആണ്. ഇത് കേരള സ്റ്റേറ്റ് ബിവറേജസ് മാനുഫാക്ചറിങ് ആൻഡ് മാർക്കറ്റിംഗ് കോർപ്പറേഷൻ ലിമിറ്റഡ്, ഈ ഒരു ഡിപ്പാർട്ട്മെൻറ്റിലേക്കാണ് ഈ ഒരു പോസ്റ്റ് വിളിച്ചിട്ടുള്ളത്. നമുക്ക് ക്വാളിഫിക്കേഷൻ നോക്കാം. ഇതിൽ 2 ക്വാളിഫിക്കേഷൻ വേണം. ഒന്നാമത്തെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് BA, BSc, BCom ഓർ ഇക്വലൻ്റ് 3 years ഡിഗ്രി അവാർഡഡ് ബൈ എ റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി, അതാണ് ഒന്നാമത്തെ ക്വാളിഫിക്കേഷൻ. ഇത് കൂടാതെ 3 years എക്സ്പീരിയൻസ് ഇൻ പ്രോഗ്രാമിംഗ് ആൻഡ് കമ്പ്യൂട്ടർ ഓപ്പറേഷൻസ് അണ്ടർ എ പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗ് ഓർ ആൻ ഇൻഡസ്ട്രിയൽ അണ്ടർടേക്കിംഗ് റെക്കഗ്നൈസ്ഡ് അണ്ടർ ദ കമ്പനീസ് ആക്ട്. അപ്പോൾ ഈ 2 ക്വാളിഫിക്കേഷൻ ഉള്ള ആൾക്കാർക്കാണ് ഇതിൽ അപ്ലൈ ചെയ്യാൻ സാധിക്കുക. സ്കെയിൽ ഓഫ് പേ എന്ന് പറയുന്നത് 37,400 to 79,000 ആണ്. വേക്കൻസീസ് ഉണ്ട്, ഇപ്പോൾ 3 ആണ്, പിന്നീട് അത് കൂടുമായിരിക്കും. ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് 18 to 36 ആണ്. ഇതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് ഓഫ് അപ്ലിക്കേഷൻ എന്ന് പറയുന്നത് 17 ജൂലൈ 2024 ആണ്. അപ്പോൾ ഇത്രയുമാണ് ഈ ഒരു പുതിയ പോസ്റ്റിൻ്റെ ഡീറ്റെയിൽസ്. കമ്പ്യൂട്ടർ സയൻസ് കഴിഞ്ഞ ഉദ്യോഗാർത്ഥികൾക്ക് വളരെ നല്ലൊരു അവസരമാണ് ഈ പോസ്റ്റുകൾ. ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ വരുന്ന സമയത്ത് തന്നെ നിങ്ങൾ ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക. ഇതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് ഓർത്തിരിക്കുക, 17/7/2024 ആണ്. മറക്കാതെ തന്നെ അപ്ലൈ ചെയ്യുക. ലാസ്റ്റ് ടൈം ഈ പ്രോഗ്രാമർ ഇൻ കേരള യൂണിവേഴ്സിറ്റീസ് എന്ന പോസ്റ്റിലേക്ക് ഏണസ്റ്റ് അക്കാഡമി കോഴ്സ് നടത്തിയുണ്ടായിരുന്നു. റാങ്ക് ലിസ്റ്റ് വന്നപ്പോൾ ഏകദേശം 100 സ്റ്റുഡൻസിൽ 30ഓളം സ്റ്റുഡൻസ് നമ്മുടെ സ്റ്റുഡൻസ് ആയിരുന്നു. ഈ തവണയും നമ്മൾ പ്രോഗ്രാമറിന് ഒരു പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഇതിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവരും അതുപോലെ തന്നെ ഒരു ഫ്രീ വെബിനാർ, ഈ പോസ്റ്റുമായി ബന്ധപ്പെട്ട എല്ലാ സംശയങ്ങളും ക്ലിയർ ചെയ്യാനായിട്ടുള്ള ഒരു ഫ്രീ വെബിനാറാണ്. ഈ ഫ്രീ വെബിനാറിലേക്ക് ജോയിൻ ചെയ്യാനും അതുപോലെ തന്നെ കോഴ്സുമായി ബന്ധപ്പെട്ട കൂടുതൽ ഇൻഫർമേഷൻ അറിയാനും താഴെ കൊടുത്തിട്ടുള്ള ഫോം ഫിൽ ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വരുന്നവരെ ഗുഡ് ബൈ.